അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. പ്രമുഖ യൂട്യൂബറായിട്ടുള്ള ഖാദർ കരിപ്പൊടിയെ അല്ലേ, ആ കരിപ്പൊടിക്കെതിരെ സംഘി ചാനലുകളാണ് പ്രധാനമായും ഇതിൽ പങ്കുവഹിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ കർമ്മ ടി വി, ജനം ടി വി എന്നതുപോലെ തന്നെ മറുനാടൻ ടി വി തുടങ്ങിയിട്ടുള്ള ടി വി ദിവസങ്ങളായി ആഘോഷിക്കുകയാണ് ഖാദർ കരിപ്പൊടിയുടെ ഈ വിഷയം. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഖാദർ കരിപ്പൊടി നല്ല ഒരു കഴിവുള്ള ഇൻഫ്ലുവൻസറാണ്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക് കേരള എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് സജീവമായിരുന്നു. പക്ഷേ മാസങ്ങളായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബും സജീവമല്ല. ഒരു പക്ഷേ ഇനി എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വഴി അത് ക്ലോസ് ചെയ്യപ്പെട്ടതോ ഇല്ലാതായതോ എന്തോ അള്ളാഹു ആലം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയാം, അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ നീതിയുടെ പക്ഷത്ത് എടുത്തു പറയേണ്ട ഒട്ടനേകം വ്ളോഗുകൾ സത്യത്തിൻ്റെ പക്ഷത്ത് ആരെയും ഭയപ്പെടാതെ നിർഭയം അത് അദ്ദേഹം ആ നീതിയുടെ പക്ഷത്തിന് വേണ്ടി സംസാരിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് അവിടെ കാസർഗോഡോ മറ്റോ എന്തോ ആളുകൾക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു ഫാക്ടറി നടത്തിപ്പിന് വേണ്ടി അവിടെ ശ്രമിച്ചപ്പോൾ ആ ഫാക്ടറിയുടെ ആ വമ്പൻ സ്രാവുകൾക്കെതിരെ ശക്തിമത്തായിട്ട് ആളുകളെ കൂട്ടി ആളുകൾക്ക് ആ ഫാക്ടറി വന്നാലുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ച് അതിൻ്റെ അനന്തര വിപത്തുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, 100% സത്യവുമാണ്. പിന്നെ സാധാരണ രീതിയിൽ ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ലക്കി പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കാം, പക്ഷേ അതിലും കുറേ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി. അത്തരത്തിലുള്ള ഒന്നാമത്തതിൽ പാണ്ടിക്കാട് കുഞ്ഞോനെ പോലെയുള്ള ആളുകളും ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു ഈ ലക്കി ഡ്രോൺ. അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് അദ്ദേഹത്തോട് ചില വെറുപ്പുകളും ഉണ്ടായി. എന്തിനേറെ പറയണം, ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, സത്യമാണ്. ഇദ്ദേഹം വിദേശ രാജ്യത്ത് ഇദ്ദേഹത്തിന് ഒരു സ്ഥാപനമുണ്ട്. ഇദ്ദേഹം വിശ്വസ്തനായ ഒരു പങ്കാളിയോടുകൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. അഥവാ മൊബൈലിൻ്റെ അക്സസറീസിൻ്റെ ഒക്കെ ഒരു വിൽപ്പനശാലയാണ്. അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കെയാണ് ഈ പാർട്ണർ ഒരു വലിയ സംഖ്യ വെട്ടിച്ചു. ഇതൊക്കെ എല്ലാവരും പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു പാർട്ണറുമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് തന്നെയായാലും ആ പാർട്ണർ എത്ര കൊള്ളാമെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെ മനുഷ്യനാണ്. മനുഷ്യൻ സമ്പത്ത്, അധികാരം, സ്ത്രീ തുടങ്ങിയ കാര്യങ്ങളിൽ എന്താണ് എപ്പോഴും അവരിൽ നിന്ന് പ്രശ്നങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഖ്യയുമായിട്ട് ഈ അഹദ് എന്നു പേരായ ഈ പാർട്ണർ മുങ്ങിയപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ബിസിനസ് സ്ഥാപനത്തെ അത് വല്ലാതെ ബാധിച്ചു. മാത്രമല്ല അതിൻ്റെ ആ പൈസയാവട്ടെ ഖാദർ കരിപ്പൊടിയുടെ പൈസയുമാണ്. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ മാന്യമായ രീതിയിൽ പല ചർച്ചകളും ചെയ്തെങ്കിലും ഈ പറയുന്ന ഫ്രോഡ് അത് കൊടുക്കാൻ തയ്യാറായില്ല. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ ഒരു രക്ഷയുമില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്ത കേസ് തന്നെയാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ ഏതു കാലത്താണ് എന്തെങ്കിലും നമുക്ക് ഒരു തീരുമാനമായി കിട്ടുക എന്നത് എല്ലാവർക്കും അനുഭവിച്ചാലേ ആ സംഭവങ്ങൾ അറിയുള്ളൂ. സിവിലായിട്ടുള്ള തർക്കങ്ങൾക്ക് 30-40 വർഷങ്ങളോളം സമയമെടുക്കും. ഇനി ക്രിമിനൽ കേസാണെങ്കിൽ വാദി പ്രതിയാകും, പ്രതിവാദിയാകും. ഈ രീതിയിൽ ഇദ്ദേഹത്തെ കണ്ട് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ആ പൈസയിൽ നിന്ന് കിട്ടുന്നത് എങ്കിലും ലഭിക്കാനുള്ള ബുദ്ധിപൂർവ്വമുള്ള നീക്കമാണ് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ തന്ത്രപരമായി അയാളുടെ ഈ പറയുന്ന കുറച്ച് ആളുകളും ഈ മുങ്ങിയവനും ഉണ്ടാവുമല്ലോ. അപ്പം മുങ്ങിയവൻ ഇപ്പോൾ ആരായി മാറി? ഒരു ക്രിമിനലായിട്ടുള്ള കൊടും ക്രിമിനൽ ആവേണ്ടിയിരുന്ന ഈ മുങ്ങിയവൻ ഇപ്പോൾ ഒരു സഹതാപ കഥാപാത്രമായി മാറി. ഈ പറയുന്ന ഖാദർ കരിപ്പൊടിയാവട്ടെ ഭയങ്കര കൊടും ക്രിമിനലാക്കി. സംഘപരിവാര മീഡിയകൾ മുഴുവനും ഇദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വരെ സിറിയയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പരത്തി രാജ്യത്ത് നടക്കുന്ന എല്ലാവിധ ഗൂഢാലോചനകൾക്കും ആക്രമണങ്ങൾക്കും പിന്നിൽ ഖാദർ കരിപ്പൊടിയാണ് എന്ന് വരുത്തത്തക്ക രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഇന്നും അത് തുടരുന്നു. നമുക്ക് വളരെ രസകരമായിട്ടുള്ള സംഭവം, എല്ലായിടത്തും റീച്ച് കിട്ടുന്ന ഈ പറയുന്ന മറുനാടൻ സാജൻ്റെ വ്ളോഗുകൾക്ക് മറുനാടൻ തന്നെ നേരിട്ട് ഈ പറയുന്ന ഖാദർ കരിപ്പൊടിയെ അവഹേളിച്ചും നിന്ദിച്ചും ക്രിമിനലായും ചിത്രീകരിച്ചിട്ട് പോലും അതിന് കിട്ടിയിട്ടുള്ള വ്യൂവേഴ്സ് വളരെ കുറവാണ്.
പക്ഷേ എന്നിട്ട് പോലും വിവരിച്ച് കുറഞ്ഞിട്ട് പോലും ഖാദർ കരിപ്പൊടിയെ കടിച്ചു കുടയാൻ, അദ്ദേഹത്തെ ഒരു കുറ്റവാളിയാക്കാൻ, മോശപ്പെട്ടവനാക്കാൻ ആ തിരക്കുള്ള സമയത്ത് പോലും ഈ സാജൻ തന്നെ മെനക്കെട്ടു എന്ന് പറയുമ്പോഴും കർമ്മ TV തുടങ്ങിയിട്ടുള്ള സംഗീത ചാനലുകൾ ഇത്രയേറെ ധൃതി പിടിച്ചപ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്താണ്? നീതി പറ്റത്ത് മാത്രമല്ല ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം ആയിരിക്കുന്ന ഈ ഖാദർ കരിപ്പൊടി ഒരു നല്ല ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ ഇത്തരത്തിലുള്ള ചാനലുകളെയും പണ്ട് തന്നെ പൊതുവെയുള്ള ദുർപ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തിമത്തായിട്ട് അഥവാ പ്രതിരോധിക്കുന്ന മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുമ്പോൾ ആ മുസ്ലിം സമുദായത്തെ പ്രതിരോധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഖാദർ കരിപ്പൊടി. അപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ ഗൂഢാലോചന നന്നായി കിട്ടിയതാണ് ഈ പറയുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ കാരണം. ഇപ്പോൾ ഖാദർ കരിപ്പൊടി സമൂഹത്തിൻ്റെ മുമ്പിൽ ആരായി? സത്യം ചെരുപ്പിയുടെ മുമ്പ് കളവ് ലോകം മുഴുവൻ സഞ്ചരിച്ചു മടങ്ങിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഖാദർ കരിപ്പൊടി യഥാർത്ഥത്തിൽ ഈ ലോകത്ത് എന്തായി? ഈ സൈബർ അറ്റാക്കിലൂടെ ഇദ്ദേഹം ഏറ്റവും നിന്ദ്യനും നികൃഷ്ടനും അല്ലേ, മോശപ്പെട്ടവനും കൊടും ക്രിമിനലുമാക്കി ഒരു എന്താ പറയുക മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ചെടുക്കാൻ പണ്ടൊക്കെ കുറേ കാലങ്ങൾ വേണ്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ബോധ്യത്തിലാണ് ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നത്. ഈ സൈബർ കാലഘട്ടത്തിൻ്റെ അതിവേഗത, സൗകര്യങ്ങൾ ഒരു മനുഷ്യനെ കൊടും ക്രിമിനലാക്കാൻ നിമിഷങ്ങൾ മതി എന്ന ഒരു ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. കൂടെ ഉണ്ടായിരുന്ന പാർട്ണർ ഖാദർ കരിപ്പൊടിയെ പറ്റിച്ചു മുങ്ങി. ഇടക്ക് കണ്ടപ്പോൾ സ്വാഭാവികമായും മധ്യസ്ഥത്തിന് ശ്രമിച്ചെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായതുകൊണ്ട് സംഭവിച്ച കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി.